കണ്ട കോഴി. ഓടി അപ്പുറത്തെ സിന്ധുവിന്റെ കോഴി. എപ്പ കണ്ട നേരം എന്റെ പറമ്പിലാ ഈ കോഴി. അതെങ്ങനാ അവക്ക് നല്ല ഒന്നാന്തരം ഒരു കൂടുണ്ട്. അവിടെ ഇട്ട് വളർത്തത്തില്ല. ഇങ്ങനെ അഴിച്ചങ്ങ് വീട്. ഇനി ഇങ്ങോട്ടങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എറിഞ്ഞ എന്റെ കാര്യം എറിയും. നിന്റെ കോഴി ഇനിയും വന്നാ ഇനിയും ഞാൻ എറിയും. നിന്റെ വീട്ടിൽ കൂടുണ്ടല്ലോ ഒന്നാന്തരം ഒരു കൂട്. അതിലിട്ട് വളർത്തണമായിരുന്നു. എന്റെ കോഴിയെ നിങ്ങൾക്ക് അറിയാലോ. എന്നിട്ട് ആ കോഴി എടുത്ത മുട്ടയല്ല നിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ. അയ്യോടി നിന്നോട് വന്ന് കോഴി പറഞ്ഞു നിന്റെ കോഴിയുടെ മുട്ട ഞാനാ എടുത്തതെന്ന്. അഥവാ കോഴി ഇവിടെ വന്ന് മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മുട്ട മൊത്തം ഞാൻ നിനക്ക് തിരിച്ചു തന്നുവേ തന്നിട്ടുണ്ട്. അയ്യോ കണ്ടോ ഈ തള്ള പറയുന്നത്. നിങ്ങൾ എപ്പോഴാ തള്ള എനിക്ക് മുട്ട തിരിച്ചു തന്നത്? നോക്കടി അത്ര സംശയമാണെങ്കിൽ നിന്റെ വീടിന്റെ 4 മൂലയ്ക്ക് നീ കുഴിച്ചു നോക്ക. അയ്യോ എന്റെ ദൈവമേ കൂടോത്ര തള്ള. അയ്യോ കണ്ട പറഞ്ഞു കേട്ടോ. എന്റെ കാഞ്ഞിരമൂട്ട് വടികുത്തിയപ്പൂപ്പ എന്നെ പറ്റി അനാവശ്യം പറയുന്ന ഇവളൊന്നും ഒരു കാലത്തും രക്ഷപ്പെടല്ലേ. അടുത്ത വർഷം ഉത്സവത്തിന് ഞാൻ ഡബിൾ ലെയറിന്റെ ഒരു മുത്തുക്കൂട എടുത്തേക്കാവേ. ഈ പഞ്ചനായി പറയുന്നത്. ഓ നെഞ്ചത്ത് കൂട്ടിയടിച്ചപ്പോ ഈ മുട്ട അങ്ങ് പൊട്ടിപ്പോയേനെ. സരസ്വതിയേ സരസ്വതിയേ ഇല്ല. വിമലേ അതെങ്ങനെ സർക്കാർ ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി. ഒറ്റോർണ്ണം മെനക്കെട്ട് എന്നോട് വഴക്കുണ്ടാക്കാനായിട്ട് ഇരിക്കത്തില്ല. അങ്ങ് പൊക്കോളും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ പുറകിന് നടന്ന് ശല്യം ചെയ്താൽ എന്റെ സ്വന്തം നെല്ലാണെന്ന് നോക്കത്തില്ല. വെട്ടിയാൽ ഞാൻ താഴെ ഇടും. ഞാൻ പറഞ്ഞേക്കാം. എന്റെ നേരത്തെ എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കത്തില്ല. ഇങ്ങോട്ട് നോക്കിക്കേ. എന്തുവാടാ കൈക്കോട്ട് കാര്യം പറ. കൈ കൊട്ടാനല്ല പറഞ്ഞേ. ഇത് ഞാനിപ്പോ വാങ്ങിച്ചോണ്ട് വന്ന പുത്തൻ കൈക്കോട്ട്. എന്തോ ഞാൻ ഇതും പിടിച്ച എന്നാലും ഇങ്ങോട്ട് വന്നേതാ ചോദിച്ചത്. എനിക്ക് രണ്ടിലൊന്നും അറിയണം. ഒന്നുകിൽ അപ്പച്ചി ഇളക്കണം, ഇല്ല ഞാൻ ഇളക്കും. ഞാൻ തന്നെ ഇളക്കാം. നീ ഇങ്ങോട്ട് കൈപ്പാക്കിന് വാങ്ങി നിൽക്ക്. എന്തുവാ നിന്റെ പല്ലടിച്ചിളക്കുന്ന കാര്യമല്ലേ? പല്ലിളക്കല്ലേ. എനിക്ക് രാവിലെ പല്ല് തേക്കണം. ഇല്ലേ അങ്ങനെ അമ്മ വഴക്ക് പറയും. ഞാനതല്ല പറഞ്ഞതും. ഈ വേലി മര്യാദയ്ക്ക് ഇവിടുന്ന് ഇളക്കി മാറ്റിക്കോണം. വേലി തൊട്ടാ എന്റെ തനി സ്വരൂപം നീ കാണും. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. 2 ദിവസം മുമ്പില്ലാത്ത വേലി ഇന്നെങ്ങനെ ഈ സുപ്രഭാതത്തിൽ ഇവിടെ പൊട്ടിമുളച്ചു? എന്റെ പറമ്പ് ഈ വേലി എപ്പ കെട്ടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നിങ്ങൾ വേലി കെട്ടേണ്ട കാര്യം എനിക്കറിയാം. ഇത് ഞാൻ നാട്ടുകാരോടും പറയണം. ഞാൻ ഒരു പാവപ്പെട്ടവനാ, കൂലിപ്പണിക്കാരനാ. ആഗ്രഹം കൊണ്ട് പണിയുടെ പൈസ മിച്ചം പിടിച്ച് ഞാനൊരു കാറ് വാങ്ങിച്ചു. പുതിയ കാറൊന്നുമല്ല, പഴയ കാറ്. പറയുന്നതിനിടയ്ക്ക് കയറരുത്. കണക്ഷൻ പോവോ? അതറിയാമല്ലോ. പിന്നെ തന്നെ ഇടയ്ക്ക് കയറി തെറ്റിക്കുന്നത്. അങ്ങനെ ഞാൻ ആ കാറ് വാങ്ങിച്ചപ്പോഴേ എനിക്ക് ഇതുവഴി വേണം എന്റെ വീട്ടിലോട്ട് പോകാൻ, ഇവരുടെ പറമ്പിന്റെ സൈഡിൽ കൂടെ. പക്ഷെ ഞാൻ ആ കാറ് വാങ്ങിച്ചത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കാറ് വീട്ടിൽ കയറ്റാതിരിക്കാൻ ഈ വഴി വേലി വെച്ച് അടച്ചേക്കുവാ. ഇവര് അപ്പച്ചിയാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ വേലിയിൽ അങ്ങാട്ടം തൊട്ടാ വിനയാ. എന്റെ പേര് വിനയൻ എന്നല്ല, വിമലെന്നാ. നിന്റെ പേര് വിളിച്ച് സൂചിപ്പിച്ചതല്ല. ഇതിലെങ്ങാനും തൊട്ടാ നിനക്കത് വിനയാകുമെന്നാ ഞാൻ പറഞ്ഞത്. അപ്പച്ചി നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ, ഇത് പ്രമാണത്തിലുള്ള വഴിയാ. ഞാൻ കണ്ടിട്ടുണ്ട്. ഓ പ്രമാണത്തിലുള്ള വഴിയല്ലേ നീ കണ്ടുള്ളൂ. എന്റെ മനസ്സിൽ കുശുമ്പ് നീ കണ്ടില്ലല്ലോടാ. എന്റെ അച്ഛന്റെ പെങ്ങളായി പോയി. അതുകൊണ്ട് ഞാൻ നിന്റെ അച്ഛൻ എന്റെ മുമ്പ് നീ ആടത്തില്ലായിരുന്നു. അച്ഛനൊക്കെ എന്റെ ദൈവമേ, ഇവര് നിങ്ങൾ എന്റെ അച്ഛന്റെ പെങ്ങളായിട്ട് ജനിക്കണ്ടായിരുന്നു. എന്താ മര്യാദക്ക് വേലി പൊളിച്ചു മാറ്റി. വേലി പൊളിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേലി തൊട്ട് കഴിഞ്ഞാൽ നിന്റെ മുട്ടാലി ഞാൻ തല്ലി ഓടിച്ചാൽ താഴെ.